തന്ത്രി എൻ്റെ റഡാറിൽ പെട്ടതാണ് 2015-16. പക്ഷെ അന്ന് അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ പോയി അയ്യപ്പനെ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം എപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി ഒരു പ്രധാന ശിഷ്യനാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടെന്ന്. അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത്. ഒരുപാട് 4 ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ്, CBI അടക്കം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ 25 ലക്ഷം കൊടുത്താണ് വരുന്നത്. ബോർഡിന് 25 ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത്. ഇയാൾ അവിടെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാന്മാരെയും തെലുങ്കന്മാർ, തമിഴന്മാർ, ഭയങ്കര പൈസക്കാർ, അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം വെട്ടി ഇരുന്നിട്ട് ഈ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുത്തോണ്ട് ഇവർ ആ ബാഗിൽ നിന്ന് എനിക്കൊണ്ട് ഒരു കെട്ടെടുത്ത്, എനിക്കൊണ്ട് 10 ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കെട്ടെടുത്ത് 2500 നോട്ട് കെട്ടെടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ട് ഞാൻ SI പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ CA ആണ്, പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രശാന്ത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ചെന്നു. അപ്പം മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ദേവസ്വം ബോർഡിന് എഗൻസ്റ്റായിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കയായിട്ട് വരേണ്ട, അയ്യപ്പന് വരേണ്ട കാശാണ്. അത് നിങ്ങൾ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത്, തിരുമേനി അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് FIR എടുപ്പിക്കും, ഞാനിത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ നിർത്തി.